സെലബി ഏവിയേഷന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ റദ്ദാക്കിയത് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. കമ്പനിയുടെ താൽപര്യങ്ങളെക്കാൾ ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ പറയൂ. അതായത് മുന്നറിയിപ്പുകളില്ലാതെ കമ്പനിയുടെ ഏവിയേഷൻ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സെലബി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കമ്പനിയുടെ താൽപ്പര്യങ്ങളല്ല വരുത്, മറിച്ച് രാഷ്ട്രസുരക്ഷയാണ്. സാമൂഹ്യ നീതിക്കപ്പുറം രാഷ്ട്രസുരക്ഷയിലാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും സച്ചിൻ ദുത്ത ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. 99 പേജുള്ള വിധിന്യായത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. ഏറ്റവും പ്രധാനം ദേശസുരക്ഷ തന്നെയാണ്. അപ്പുറത്തേക്കാണ് കമ്പനിയുടെ താല്പര്യങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഡൽഹി അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ ഏവിയേഷൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗം തങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി തങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊച്ചി, ഹൈദരാബാദ്, ബംഗളൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തങ്ങൾ വർഷങ്ങളായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഇതിൻ്റെ അനുമതി പിൻവലിച്ചത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചത് എന്നുള്ളതായിരുന്നു സെലബിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. എന്നാൽ അതിലാണ് ഈ സുപ്രധാനമായ ഒരു വിധി ഇപ്പോൾ ജസ്റ്റിസിൻ്റെ ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സെലബിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ടർക്കിഷ് കമ്പനിയായ സെലബി ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടത് ടർക്കിഷ് കമ്പനിയാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നതും. മാത്രമല്ല, ഈ ടർക്കിഷ് കമ്പനി പലപ്പോഴും ഈ സെലബി അടക്കമുള്ള പല ടർക്കിഷ് കമ്പനികളും പാകിസ്ഥാനുമായി ചില ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയുധമടക്കം വിതരണം ചെയ്യുന്ന ചില ടർക്കിഷ് കമ്പനികളുണ്ട്. അങ്ങനെ തുർക്കി കൃത്യമായി തന്നെ പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുന്നു എന്നുള്ളത് ഉത്തമ ബോധ്യമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അത് രാജ്യസുരക്ഷയെ ബാധിക്കും, അല്ലെങ്കിൽ അത്തരം ഒരു കമ്പനിയെ ഭാരതത്തിലെ ഏവിയേഷൻ മേഖലയിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് വേണ്ടി നിയോഗിക്കുന്നത് അത് ഭാരതത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയെ അത് ബാധിക്കുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ടർക്കിഷ് കമ്പനിയായിട്ടുള്ള സെലബിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചതും തുടർന്ന് ഈ എയർപോർട്ടുകളിൽ നിന്നും അവർ പിന്തള്ളപ്പെട്ടതും. ശരി നന്ദൻ. സെലബി ഏവിയേഷന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ റദ്ദാക്കിയത് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. കമ്പനിയുടെ താൽപ്പര്യങ്ങളെക്കാൾ ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.